നിനക്ക് എങ്ങനെയാ കുട്ടികളുണ്ടാവുന്നേ? ഇയാൾക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അതിനൊരൊറ്റ അവകാശമേ ഉള്ളൂ, കമലേശ്വരത്തെ ഈ കണ്ണൻ. ഒരു മണിക്കൂർ നേരം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് ഒരു തീ പാറുന്ന പ്രൊമോ തന്നെയാണ് ഇന്നത്തേത്. വേറൊന്നുമല്ല, നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടെ എങ്ങോട്ട് വരികയാണ്? കമലേശ്വരം പടി കയറുകയാണ് മോനെ. ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ദുർഗാമ്മയും കരുണയും ഷോക്കേറ്റ പോലെ നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, വല്ലവന്റെയും കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഇവളെ നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇത് എന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിലുള്ളത്, ഈ വരാൻ പോകുന്ന കുഞ്ഞിന്റെ അവകാശി ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ദുർഗാമ്മ പിന്നീട് അടുത്ത ചോദ്യം, കാലിന് സ്വാധീനമില്ലാത്ത നീ, അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത നിനക്കെങ്ങനെ കൊച്ചുണ്ടാകോടാ എന്നായി അടുത്ത ചോദ്യം. അപ്പോഴും കണ്ണൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ശരി ഈ കുഞ്ഞ് കമലേശ്വരത്തിന്റെ അവകാശിയാണ് എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ദുർഗാമ്മയും കരുണയും ഷോക്കേറ്റ പോലെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണേ. പിന്നീട് ഇവരെ മുറിയിലേക്ക് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ പോകുന്നുണ്ട്. അപ്പുറത്ത് അനന്തൂനും ലേഖിക്കുവാണെങ്കിൽ മുട്ടൻ ടെൻഷൻ. പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ മഹാലക്ഷ്മിനെയും കൊണ്ട് കണ്ണൻ പോയിരിക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കൂ, നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലുമൊക്കെ അരുതാത്തത് സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ കരുണ ഇവരുടെ മുറിയിൽ കയറിയിട്ട്, അതായത് കണ്ണന്റെ മുറിയിൽ കയറിയിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഉപദ്രവിക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ കരുണ മഹാലക്ഷ്മിയെ തള്ളിയിടും, അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള സകല പ്ലാനും നോക്കും. അപ്പൊ ഈ വരവിന് പിന്നിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് തന്നെയാണ് വരാൻ പോകുന്ന ദുരന്തം അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.